ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് ഒരു കുഞ്ഞു ബ്യൂട്ടി ടിപ്പ് പറയാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സൺ ടാൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ടാനൊക്കെ മാറി സ്കിന്നൊന്ന് ഗ്ലോ ആവാനുള്ളൊരു പാക്കാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു പാക്കാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൺമുഖം കണ്ടറിയാൻ നന്നായിട്ട് ടാനിൻ്റെ കൈയൊക്കെ കണ്ട കളറ് ആകെ ടാൻ അടിച്ചിട്ട്, കാരണം ഇപ്പം നല്ല വെയിലുമാണ്. അപ്പോൾ ഞങ്ങൾ പുറത്താവും. കാരണം എന്ന് വെച്ചാൽ പുണ്യയുടെ നാട്ടിലുള്ള കാരണം പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെറുതെ ഇറങ്ങി പുറത്തിറങ്ങി എടുക്കുക. അപ്പോൾ ഈ വെയിൽ മൊത്തം കൊണ്ടിട്ട് സ്കിന്നൊക്കെ ആകെ ഒരു കോലായിരിക്കണം. എനിക്ക് പനി പിടിച്ചിരിക്കണം, അങ്ങനെ സൗണ്ട് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള സമയത്തൊക്കെ സ്കിന്നൊന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. അത് ജസ്റ്റ് അതിലൊരു ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ക്ലെൻസർ, ഒരു സ്ക്രബ്ബർ, ദെൻ ഒരു പാക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ ക്ലെൻസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ഫേസ് വാഷാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ഫേസ് വാഷ് ഇടുക. ഞാൻ ആ ഫേസ് വാഷ് ഇട്ട് മുഖം ഒന്ന് ക്ലീൻ ആക്കി. ആ ഫേസ് വാഷ് ഇട്ടപ്പോൾ തന്നെ ഒരു ഗ്ലോ കിട്ടും. ഞാൻ യൂസ് ചെയ്യുന്നത് ഫോക്സ്റ്റൈലിൻ്റെ ഈ ഒരു സൂപ്പർ ഗ്ലോ ഫേസ് വാഷാണ് കേട്ടോ. ഇത് നല്ല സംഭവമാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ മാമാർത്താണ്. എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള ഫേസ് വാഷാണ്. പക്ഷേ ഇപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ച് യൂസ് ചെയ്യുന്നൊരു ഫേസ് വാഷാണ്. സൂപ്പറാണ് കേട്ടോ. സ്കിൻ പെട്ടെന്ന് ഗ്ലോ ആവും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു സ്ക്രബ്ബറാണ്. അപ്പം ഞാൻ അത് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമ്മൾ നല്ലൊരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കുക, കുറച്ച് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര നല്ലൊരു സ്ക്രബ്ബറാണല്ലോ. പിന്നെ കുറച്ച് തേനും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തക്കാളി നടുമുറിച്ചിട്ട് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സ്ക്രബിങ്ങിൻ്റെ സംഭവം കണ്ടുല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഹാഫ് തക്കാളി എടുക്കുന്നത്, അത് ഇതിലേക്ക് നമ്മുടെ സ്ക്രബ്ബറിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അയ്യോ തണുപ്പ്. ഇതേപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റോളം ഒരു മൈൽഡ് സ്ക്രബ് നമ്മൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5-6-8 മിനിറ്റോളം സ്ക്രബ് ചെയ്തിട്ടുണ്ട്. സ്കിന്നൊക്കെ റെഡിഷ് കളർ ആയിട്ടുണ്ട്. കാരണം നമ്മൾ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് നല്ല സ്ക്രബ്ബറാണ് കേട്ടോ. മൈൽഡ് സ്ക്രബ് ചെയ്താൽ മതി. നമ്മൾ ഭയങ്കര സ്ക്രബ് ചെയ്യുമ്പോൾ പഞ്ചസാര ആയതുകൊണ്ട് റാഷസ് വിടാൻ സാധ്യത കേട്ടോ. നമുക്ക് നമ്മുടെ ചുണ്ടിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ, നല്ല മധുരം തേനൊക്കെ ചേർത്തുകൊണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വാഷ് ഓഫ് ചെയ്ത് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വാഷ് ചെയ്തിരിക്കുന്നത് കണ്ടുമ്പോൾ നമ്മളുടെ സ്കിന്നൊക്കെ ഒരു ചുവപ്പ് കളറായി. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല ഫേസിൽ കണ്ടോ, ഒരു റെഡിഷ് കളറായി. നല്ല പെട്ടെന്നൊരു ഗ്ലോ ഒക്കെ കിട്ടും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും സ്കിന്ന് കാണാനും. അപ്പോൾ ഇപ്പോൾ സ്ക്രബിങ്ങും കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്കൊരു പാക്കും കൂടി ഇടാം. ഞാൻ ആ പാക്കും കൂടി ഇടാറുണ്ട് കേട്ടോ. ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഫേസ് ഒരു റെഡിഷ് കളർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ലേ. കാരണം സ്കിന്ന് നമ്മൾ നന്നായിട്ട് ടാനൊക്കെ പോലെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് എൻ്റെ സ്കിന്നിന് ഭയങ്കര വർക്ക് ചെയ്യുന്ന സംഭവമാണ്. സൺ ടാനൊക്കെ അടിച്ച് വന്നു കഴിഞ്ഞാലും നമ്മൾ വെയിലൊക്കെ കണ്ടുവന്നിട്ട് കരിവാടിക്കില്ലയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ സംഭവം സ്ക്രബ് ചെയ്തൊക്കെ തന്നെ സൂപ്പറാണ്. നല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. കാരണം ഒരു ചുവപ്പ് കളർ ഇവിടെയൊക്കെ ഒരു റെഡിഷ് കളർ ആയിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രബ്ബർ. നമ്മുടെ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്കിന്നൊന്ന് പ്യൂരിഫൈ ചെയ്യും. പക്ഷേ ഒരു മൈൽഡ് സ്ക്രബേ പാടുള്ളൂ. പഞ്ചസാര ആയതുകൊണ്ട് റാഷസ് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മൈൽഡ് സ്ക്രബ് കൊടുക്കുക. ഇനി നമുക്കൊരു പാക്കും കൂടി ഇട്ടാൽ നമ്മുടെ സംഭവം ക്ലിയർ ആയിട്ട്. ഇപ്പം തന്നെ സ്കിന്നൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പാക്കും കൂടി ഇട്ടാലോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പാക്കിനായിട്ട് കുറച്ച് കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. കടലപ്പൊടിയാണ് കേട്ടോ. ശേഷം കുറച്ച് കാപ്പി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. ഇത് നമ്മളെ പുട്ടുപൊടിയല്ല, നമ്മളെ പത്തിരിക്കും നൂൽപുട്ടിനൊക്കെ ഉള്ള പൊടിയില്ലേ, തരിയില്ലാത്ത പൊടി കേട്ടോ. ശേഷം നമ്മൾ പകുതി തക്കാളി ഉണ്ടാവില്ലേ, ആ തക്കാളിയുടെ ജ്യൂസ് മാത്രം സ്ക്വീസ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് കിട്ടും. ഇത് നമ്മൾ മൊത്തം ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അത്ര മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് റിസൾട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനത് ഫേസ് പാക്കൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ നെക്ക് പോർഷനും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മളിതൊന്ന് ഒരു സെമി ഡ്രൈ ആവും. നല്ല ഡ്രൈ ആവേണ്ട, ഒരു സെമി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്ത് വരാം. അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഒരു സെമി ഡ്രൈ ആയിരിക്കും കേട്ടോ. നല്ല ഡ്രൈ ആവണ്ട, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനത് വാഷ് ചെയ്തിട്ട് ഇന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതൊരു സെമി ഡ്രൈ ആയിരിക്കണം, നല്ല ഡ്രൈ ആവണ്ട. ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ. അപ്പോൾ കാണാം. അപ്പോൾ നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിന്ന്. നല്ല സോഫ്റ്റ് ആൻഡ് ഗ്ലോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. നമ്മൾ സൺ ടാനൊക്കെ അടിച്ചിട്ടുള്ള കരിവാളിപ്പും സംഭവങ്ങളൊക്കെ മാറി ഇത് ട്രൈ ചെയ്തോളുകൊണ്ട് വളരെ സിമ്പിളാണല്ലോ. പിന്നെ നമ്മൾ ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ അധികം നേരം വയ്ക്കേണ്ട ഒരു 10-15 മിനിറ്റ് അത്ര വെച്ചാൽ മതി കേട്ടോ. എന്തായാലും സ്കിന്ന് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ വീക്കിലി ഒരു 2-3 തവണയൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബൈ.